കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിച്ചു. ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. അപകടമുണ്ടായ കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ ശുചിമുറി രോഗികൾ ഉപയോഗിച്ചിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, അപകടമുണ്ടായപ്പോൾ തുടക്കത്തിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നത്, മന്ത്രിമാരടക്കം അവിടെ തത്സമയം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഇത് ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജില്ലാ കളക്ടർ ഇപ്പോൾ നൽകിയ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിലെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ ശുചിമുറി അടക്കം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ഒരു കണ്ടെത്തലാണ് ജില്ലാ കളക്ടർ നടത്തിയിരിക്കുന്നത്. ജിൽസി, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിവരങ്ങളില്ല. ബിന്ദുവിൻ്റെ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രാഥമിക റിപ്പോർട്ടായി സർക്കാരിന് ഇപ്പോൾ കലക്ടർ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ശേഷി, ഉപജീവന മാർഗം, അതോടൊപ്പം ഭാവിയിലെ ആവശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയുള്ള ഒരു റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത്. 11-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ റിപ്പോർട്ട് മുൻനിർത്തിയായിരിക്കും കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കുക. നേരത്തെ ഷൈജു സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് സാങ്കേതിക മാത്രമെന്ന് മന്ത്രിമാരും ഒക്കെയും പറയുന്നു. അതിനപ്പുറം ബിന്ദുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അതിനിടെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് അടുത്ത ആഴ്ച സമർപ്പിക്കാനിരിക്കുന്ന സമഗ്ര റിപ്പോർട്ടിൻ്റെ ഭാഗമായി കലക്ടർ ഒരു ഘട്ടം തെളിവെടുപ്പ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയിരുന്നു. പല ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആശയവിനിമയം നടത്തി വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പ്രധാനമായും ഫയർഫോഴ്സ്, അതോടൊപ്പം പൊതുമരാമത്ത്, ബിൽഡിംഗ് വിഭാഗം എന്നിവരോട് ഈ അപകടം സംബന്ധിച്ച് കളക്ടറുടെ ഓഫീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു റിപ്പോർട്ടായിരിക്കും കലക്ടർ സമഗ്ര റിപ്പോർട്ടായി രണ്ടാമത് സമർപ്പിക്കുക. എന്തായാലും ഈ രണ്ടാമത് നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്, ഈ അപകടമുണ്ടായ ശുചിമുറികളിലെ മൂന്നാമത്തെ നിലയിൽ രോഗികൾ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉപയോഗിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ശരിവെക്കുന്നതാണ്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് കളക്ടറുടെയൊക്കെ പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനം. ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സൗകര്യമായി പോകുന്നതിനും ഈ 3-ാം നിലയിലുള്ള ശുചിമുറിയിലേക്ക് പോകുന്നതിനായിരുന്നു ആളുകൾക്ക് എളുപ്പം. അതുകൊണ്ട് ഭാര്യ ആ മുറി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വിശ്രുതൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നത്. നേരത്തെ മെച്ചപ്പെട്ട സൗകര്യമുള്ള ശുചിമുറി സൗകര്യമുള്ള മറ്റൊരിടത്തേക്ക് താമസിച്ചുകൊണ്ട് ചികിത്സാ നടപടികൾ ചെയ്യാമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചതെന്നാണ് വിശ്രുതൻ പറഞ്ഞത്. പിന്നീട് ഈ അത്യാവശ്യം വൃത്തിയുള്ള സൗകര്യമുള്ള ശുചിമുറി ഈ 3-ാം നിലയിലുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് തങ്ങൾ അവിടെ തന്നെ ചികിത്സ തുടർന്നതും എന്ന് വിശ്രുതൻ പറയുകയുണ്ടായി. എന്തായാലും 15 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ആ കുടുംബം ഇവിടെ അഡ്മിറ്റായത്. അതിന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെയാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു നടപടിയും ഉണ്ടായിട്ടുണ്ട്. അത് ആർപ്പുക്കര പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ്. ആർപ്പുക്കര പഞ്ചായത്ത് ഈ വിഷയത്തിൽ നടപടി കടുപ്പിക്കുകയാണ്. ആർപ്പുക്കര പഞ്ചായത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് വിവരങ്ങൾ തേടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ്.